ഹലോ. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു കറി സൈഡായിട്ട് കൂടെ എന്താണെങ്കിലും വേണം, അത് നിർബന്ധമാണല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു ചപ്പാത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ ആട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആട്ട അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും. നമ്മുടെ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഉപ്പും ഓയിലും ഒന്ന് ചേർത്തത് പൊടിയിൽ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തി പരുവത്തിൽ മാവൊക്കെ കുഴച്ചെടുക്കണ പോലെ. അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആവണ്ട, കാരണം ഇതിൻ്റെ ഉള്ള സ്റ്റഫ് ചെയ്തത് നമ്മൾ പരത്താനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായി പോകണ്ട. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക, അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്തേക്കുന്നത്. പിന്നെ ജീരകമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 2 മീഡിയം സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നത്, ഞാനിതിപ്പോൾ ഇവിടെ ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫില്ലിങ്ങിന് ഏകദേശം ഇത്രയും മതിയാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് അനുസരിച്ച് സവാളയുടെ എണ്ണവും കൂട്ടാട്ടോ, നമ്മൾ ഫില്ലിങ്ങായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സവാളയ്ക്കൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സവാളയ്ക്കൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അപ്പോൾ അത് എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ കടലമാവ്. അപ്പോൾ കടലമാവും കൂടി ചേർക്കുമ്പോൾ ഒരു പൊടികൾ ഇട്ടതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു നാരങ്ങയ്ക്ക് പകരം ആംചൂറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തത്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചപ്പാത്തിയുടെ ബോൾസിൻ്റെ ചെറിയൊരു വ്യത്യാസത്തിൽ ബോൾസ് ആക്കി എടുക്കുക. ഒരുപാട് ചെറുതായി പോകണ്ട, കാരണം നമുക്കിതിൻ്റെ ഉള്ള സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ബോൾസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മളിത് അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി തന്നെ ഇട്ടിട്ട് ഒന്ന് മുക്കി ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനം കുറക്കണ്ട, നമുക്കതൊന്ന് ഉള്ളിൽ വെച്ചിട്ട് തിരിച്ച് കവർ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള മാത്രം ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സവാളയിൽ ആ പുളിപ്പൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും അതൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരത്തുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തുക, കാരണം നമ്മുടെ ഉള്ളിൽ സവാളയൊക്കെ ഇരിക്കുന്നത് കാരണം തന്നെ ഒരുപാട് കനം കുറച്ചിട്ട് പരത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ നമ്മൾക്ക് പരത്തുന്നത് ചുട്ടെടുക്കലായിരിക്കും നല്ലത്, കാരണം ഒരെണ്ണത്തിൻ്റെ മീതെ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. ഓരോ സൈഡിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക, എന്നാൽ അപ്പോൾ ചപ്പാത്തി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ചുട്ടെടുക്കുക. പിന്നെ ഉള്ളിലത്തെ സ്റ്റഫിങ്ങൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടല്ലേ നമ്മൾ വെച്ച്, അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ട് കറിയും വേണ്ട, കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.